ഗൈസ്, ഇന്ന് നമുക്ക് ബീറ്റ്റൂട്ട് ഉപ്പിലിട്ടത് ഉണ്ടാക്കിയാലോ? അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഞാനിവിടെ ഒരു ചെറിയ ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ പീസായിട്ട് നുറുക്കിയെടുക്കണം. ഞാനിവിടെ ചെറിയ പീസാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കീറിയത് ഇട്ട് കൊടുക്കണം. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനൊരു അര സ്പൂണിൽ താഴെ ഇട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ബീറ്റ്റൂട്ടാണല്ലോ. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വിനാഗിരി ചേർക്കണം. അപ്പോൾ ഇതോ വലിയൊരു സ്പൂൺ വിനാഗിരി ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഏകദേശം 1.5 സ്പൂൺ എടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ വെറുതെ കഴിക്കാനായാലും രസമാണ്. നമ്മൾ മാങ്ങ ഉപ്പിലിട്ടൊക്കെ തിന്നില്ലേ, അതേപോലെയൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു 4 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 ദിവസം ഇരുന്നാലാണ് ഇതിലെ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.